ഇത് എൻ്റെ സെല്ലർ എന്നോട് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂം ആണെന്നാണ് പറഞ്ഞത്. ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. ഹെവി ഡ്യൂട്ടി മോൺസ്റ്റർ ലെവൽ പ്രൊഡക്ഷൻ ആണ് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഡീക്കൻറ്റും അറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ യൂണിക്ക് ലക്ഷയുടെ 1-2 സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ റിവ്യൂ ചെയ്തിട്ടില്ല. എൻ്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്താണെങ്കിലും. ഇതിൻ്റെ പേര് അക്ഡെനിസ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്ത് പിന്നീട് പറയാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോട്ടും കാര്യങ്ങളും മറൈൻ, ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്, ലാവൻഡർ, തൈം, സിറാർവുഡ്, പൈനാപ്പിൾ, ലെതർ, ആംബർ, പച്ചൂളി, മസ്ക്, വാനില, ഇതൊക്കെയാണ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. വിശദമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വില വരുന്നത് 19,000 രൂപയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡാണ്. യുണീക്ക് ലക്ഷറി നീഷ് പെർഫ്യൂമാണ്. കൊള്ളാം, പാക്കേജും കൊള്ളാം, നല്ലൊരു കൊള്ളാലോ. ലവ് ലെറ്റർ. താങ്ക് യു മാത്രമേ ഉള്ളൂ, ഡീക്കൊന്നും വെച്ചിട്ടില്ലേ? നന്ദി മാത്രമല്ലേ. അതെങ്ങനെയാണ്? ഇങ്ങനെയാണ് പെർഫ്യൂം ഇരിക്കുന്നത്. അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ അറിയാം 19,000 രൂപ പോയിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഓ, പൈനാപ്പിൾ ഓപ്പണിങ്, പൈനാപ്പിൾ പ്ലസ് മറൈൻ നോട്ട്, ഭയങ്കര യൂണീക്ക്, കിട്ടില്ല സാധനം. അയ്യോ, ഇതിൽ ഭാഗ്യം 19,000 രൂപ പോയില്ല. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമ്മൾ റിവ്യൂ ചെയ്തേ പറ്റൂ. ഇത് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റും, വളരെ സ്ട്രോങ് ആയിരിക്കും ഈ സാധനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യുണീക്ക് ലക്ഷറിയുടെ അക്ഡെനിസ് എന്നുള്ള പെർഫ്യൂം അൺബോക്സ് ചെയ്തിരുന്നു. അൺബോക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ, പക്ഷേ അത് എന്തോ ഭാഗ്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് പറയുകയും ചെയ്തു. നമ്മൾ മാംഗോ ഫിനിഷിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് കമൻറ്റ് കിട്ടും, ഇവരുടെ അക്ഡെനിസ് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനത് വാങ്ങി വെച്ച് കുറച്ച് ദിവസമായിരുന്നു, ഞാൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഓൾറെഡി ഒരു ഡീക്കൻറ്റ് ട്രൈ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഫുൾ ബോട്ടിൽ വാങ്ങി. എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് ഫുൾ ബോട്ടിൽ വാങ്ങിയത്. ഈ കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്തു. ഈ പെർഫ്യൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്ഡെനിസ് എന്നുള്ള വാക്ക് ഒരു ടർക്കിഷ് വാക്കാണ്. അക് എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ള എന്നും ദെനിസ് എന്നാൽ കടലെന്നുമാണ്, വെള്ളക്കടൽ. എന്നാൽ അക്ഡെനിസ് കൂട്ടി വയ്ക്കുമ്പോൾ ടർക്കിഷ് ഭാഷയിൽ മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണാഴി, മെഡിറ്ററേനിയൻ കടലിനെ വിളിക്കുന്ന പേരാണ് അക്ഡെനിസ് ടർക്കിഷ് ഭാഷയിൽ. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിനെ ഒരു കുപ്പിയിലാക്കി വെച്ചാലുള്ള മണമാണ് ഈ ഒരു പെർഫ്യൂം. നമുക്ക് ഈ പെർഫ്യൂമിൻ്റെ ബോക്സിൽ തന്നെ എന്താണ് ഇതിൻ്റെ DNA എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കടലും, എനിക്ക് തോന്നുന്നു ഗ്രീക്ക് പുരാണത്തിലെ കടൽ ദേവൻ അതിനെ സൂചിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ചിത്രം. തൊട്ട് പിറകിലായിട്ട് ലക്ഷറീസ് ആയിട്ടുള്ള യാട്ടുകൾ കാണാം, നല്ല നീലക്കടൽ, കരയുടെ തീരത്തായിട്ട് പൈനാപ്പിൾ, നാരങ്ങ, പിന്നെ ആംബർ, പിന്നെ കക്ക, ആമ, മറൈൻ ലൈഫ്, അതുപോലെ തന്നെ ലാവൻഡർ. ഇതാണ് ഇതിൻ്റെ ഒരു നോട്ട്. ഈ പെർഫ്യൂമിൻ്റെ നോട്ട് ഇതാണ്. ബോക്സ് അടിപൊളി ബോക്സാണ്. ഇവിടെ തന്നെ നോട്ടും കാര്യം കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നീട് വായിക്കാം. നല്ല പാക്കേജിങ്, എക്സ്ട്രാക്ട് വെർഷനാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ വായിക്കാം. ഇതാണ് ബോട്ടിൽ. അക്ഡെനിസ് എക്സ്ട്രാക്ട് പെർഫ്യൂം 100 ml. ക്യാപ്പ് മെറ്റൽ ക്യാപ്പാണ്. ഇവിടെ യുണീക്ക് എക്സ്ട്രാക്ട് ലോഗോ കാണാം, ഒരു നീല നിറത്തിലുള്ള കല്ല്. ഇതിൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് അരോമാറ്റിക്, മറൈൻ, ലെതർ, സിട്രസ്, ഫ്രൂട്ടി, വുഡി, സ്വീറ്റ്, അനിമലിക്, ഫ്രഷ്, സ്പൈസി, പൗഡറി. ഈ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ സീ നോട്ട്സ്, ഗ്രേപ്പ് ഫ്രൂട്ട്, ലെമൺ. മിഡിൽ നോട്ടിൽ പൈനാപ്പിൾ, തൈം, ആപ്പിൾ, മിർട്ടിൽ, ലാവൻഡർ, വൈറ്റ് ഫ്ലവർ. ബേസ് നോട്ടിൽ ലെതർ, സീഡാർ, മസ്ക്, സാൻഡൽവുഡ്, വാനില, പച്ചൂളി, ആംബർ. ട്രൈ ചെയ്യാം. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ നോട്ട് ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം പറയും. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള പൈനാപ്പിൾ നോട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇയാൾ എല്ലാ വീഡിയോയിലും പൈനാപ്പിളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല യഥാർത്ഥ പൈനാപ്പിളിന്റെ മണം അല്ല. അത് പൈനാപ്പിൾ നോട്ട് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് പൈനാപ്പിളിന്റെ നോട്ട് ചേർത്തിട്ടുള്ള പെർഫ്യൂം ഇതാണെന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കജാൽ ലമാർ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കജാൽ ഏക്കൻ, അതുപോലെ തന്നെ ഒലെ, തൊട്ടുമുമ്പ് റിവ്യൂ ചെയ്ത കിർക്കെ, എർബാപുര, അതുപോലുള്ള പല പെർഫ്യൂം, ക്രീഡ് അവൻഡസ്, ഇതിലൊക്കെ പൈനാപ്പിൾ നോട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും തൊട്ടു മുമ്പിൽ ഒരു പൈനാപ്പിൾ അറുത്ത് മാറ്റിയാൽ ഉണ്ടാകുന്ന ഒരു
സക്കുലന്റ് ആയിട്ടുള്ള മണം ഈ ഒരു പെർഫ്യൂമിലാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൈനാപ്പിൾ നോട്ടാണ് ചേർത്തിട്ടുള്ളത്. പൈനാപ്പിൾ പ്ലസ് സിട്രസ് നോട്ട്. പിന്നെ വരുന്നത് മറൈൻ നോട്ടാണ്. അതായത് അക്വാട്ടിക് പെർഫ്യൂമിൽ നമുക്കൊരു അവസാന വാക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു 100% അക്വാട്ടിക് പെർഫ്യൂം, പക്ക മിനറൽ അക്വാട്ടിക് മറൈൻ പെർഫ്യൂം. ഇത് എന്താ പറയുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പെർഫ്യൂം തന്നെയാണത്. നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഗ്രേപ്പ് ഫ്രൂട്ടും ലെമണും പൈനാപ്പിൾ ആ ഒരു ഫ്രൂട്ടി ഓപ്പണിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മുഴുവനും ഈ മറൈൻ നോട്ടാണ്. ഭയങ്കര അക്വാട്ടിക് നോട്ട്, അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടാണത്. ഇന്ന് ശരിക്കും എന്താ പറയുക, മെഡിറ്ററേനിയൻ തീരത്തെ ഒരു സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ, തണുപ്പും ആവശ്യത്തിന് ചൂടുമുള്ള നല്ലൊരു സുഖകരമായ കാലാവസ്ഥ, ഒരു 25-26 ഡിഗ്രി സെൽഷ്യസ് പറയാം ആ ഒരു കാലാവസ്ഥ, തെളിഞ്ഞ നീലാകാശം, ശുദ്ധമായ കടൽക്കാറ്റ്, സൂര്യപ്രകാശം, ഇതൊക്കെയാണ് ഈ പെർഫ്യൂം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ അതുപോലൊരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. നല്ല വെയിലും ചൂടും ഇപ്പം നല്ല ശുദ്ധമായ കാറ്റും സുഖകരമായ ഒരു കാലാവസ്ഥയും ഒരു മെഡിറ്ററേനിയൻ രാജ്യത്ത് ചെന്ന് പെട്ടാലുള്ള ഒരു അവസ്ഥ. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു രാജ്യമാണ് ഗ്രീസ്, അതുപോലെ തന്നെ മാൾട്ട, ഗ്രീസിലെ തന്നെ മിക്കനോസ് അല്ലെങ്കിൽ സാന്റോറിനി, അതുപോലുള്ള സ്ഥലങ്ങൾ, സൈപ്രസ്, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള വീടുകളും അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഈ കഷ്ടപ്പാടോട് കൂടി ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇന്ത്യക്കാരാണ്. പക്ഷെ പുറത്തോട്ട് നോക്കുമ്പോൾ അവർ കൂടുതലും എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. ഒരു 6 മാസം ജോലി ചെയ്തിട്ട് 6 മാസം അടിച്ചു പൊളിക്കും. അപ്പൊ അതുപോലെ ഒരു അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പെർഫ്യൂം. നമ്മളാണ് ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ പ്രാരാബ്ദവും ടെൻഷനും ആകുലതയും അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ വളരെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലുള്ള ആളുകൾ വസിക്കുന്ന രാജ്യം, ആ രാജ്യത്തെ ചേരുവകളൊക്കെ ചേർത്ത് വെച്ചിറക്കിയ ആ പേര് തന്നെയുണ്ടല്ലോ അക്ദനിസ്, മെഡിറ്ററേനിയൻ കടലിലെ ജീവിത രീതിയും അവിടുത്തെ കടലും അവിടുത്തെ കാലാവസ്ഥയുമാണ് ഇതിന്റെ മണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ അവരവർ മനസ്സിൽ സങ്കല്പിക്കുന്നത് അതായിരിക്കും ഇതിന്റെ മണം. ഈ പറയുന്ന കടലിന്റെ മണവും. നമ്മളൊരു നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫുള്ള ഒരാൾ അല്ലെങ്കിൽ അത്യാഡംബരത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരു മെഡിറ്ററേനിയൻ രാജ്യത്ത് ചെല്ലുന്നു. അവിടെ അയാൾ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അയാൾക്ക് ആഡംബര നൗകയുണ്ട്. അത് അയാൾ കടലിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുന്നു. ചിലപ്പോൾ സുഹൃത്തുക്കളുണ്ടാവാം, ചിലപ്പോൾ തനിച്ചായിരിക്കാം. ജീവിതം ആസ്വാദികരമായിട്ട് ജീവിക്കുന്ന ഒരാൾ, കൈ നിറയെ പണം, ആകുലതകളില്ല, അസ്വസ്ഥതകളില്ല, അവിടുത്തെ കാറ്റ് ഏറ്റ് കയ്യിലൊരു കോക്ടെയിൽ കുടിച്ച് ലൈഫ് എന്താ പറയുക അടിച്ചു പൊളിക്കുന്ന ഒരു 35 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ. ഇതാണ് എനിക്ക് ഒരു പെർഫ്യൂം മനസ്സിൽ വരുന്നത്. അത് ഫുൾ ഹാപ്പിനെസ് ഉള്ള ഒരാൾ, അയാൾ ഈ പറഞ്ഞ രാജ്യത്ത് ചെല്ലുമ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ പെർഫ്യൂം അടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ. 100% അക്വാറ്റിക് ആണ്. കടലിനോടും അല്ലെങ്കിൽ ബീച്ചിനോടും ഒരു താല്പര്യമുള്ള ഒരു ബീച്ചിൽ ചെന്നിട്ട് തിരമാലകളുടെ ശബ്ദം ഇങ്ങനെ കാതോർത്ത് കേട്ട് രസിക്കുന്നവർ, നല്ല വെയിൽ, ആവശ്യത്തിന് ചൂടും തണുപ്പുള്ള ഒരു വെയിലുള്ള സമയത്ത് ബീച്ചിൽ ഇറങ്ങി കടൽ തീരത്തെ കടൽക്കാറ്റും കടലിലെ ഹൂങ്കാര ശബ്ദവും കേട്ട് ആസ്വദിക്കുന്നവർക്ക് പറ്റിയ ഒരു പെർഫ്യൂം ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് 100% കടലും കടൽത്തീരവും ബീച്ചുമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന ഒരു പെർഫ്യൂമാണ് അക്ദനിസ്. മെഡിറ്ററേനിയൻ കടൽ ഒരു കുപ്പിയിൽ നിറച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡ്രൈഡോണിൽ വരുമ്പോൾ ഈ നോട്ട് തന്നെയാണ് കണ്ടല്ലേ. ഡ്രൈഡോണിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ലാവൻഡറിന്റെ മണവും പിന്നെ ഒരു മസ്കി നോട്ടും അതേപോലെ മറൈൻ നോട്ടും ഉണ്ടാവും. ഫ്രൂട്ടി നോട്ട് കുറച്ച് നേരത്തേക്ക് കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന 100% ഈ കടലിന്റെയും അക്വാട്ടിക് മണവും മിനറൽ സ്മെല്ലും മറൈൻ സ്മെല്ലും ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ആര് വാങ്ങുന്നത് വെച്ചാൽ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ വാങ്ങേണ്ട പെർഫ്യൂമാണ്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള പെർഫ്യൂം. ഞാൻ പറയും കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫ്രഷ് പെർഫ്യൂം വാങ്ങണം. ഇതുപോലെ ഒരൊറ്റ നീഷ് പെർഫ്യൂം വാങ്ങിയാൽ മതി. കാരണം അത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അക്വാരീജ വാങ്ങണമെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ബീനുള്ള പെർഫ്യൂം വാങ്ങണമെന്നില്ല, ഒരൊറ്റ ഒരെണ്ണം വാങ്ങിയാൽ മതി. അപ്പം ഞാൻ പറയും പൈസ ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഒരെണ്ണമാണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് അത് മതി. ഇങ്ങനെ ഒരു സെയിം DNA വരുന്നത് വാരി കൂട്ടി ഇങ്ങനെ വാങ്ങേണ്ട കാര്യമില്ല. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം തന്നെ പറയും. കാരണം ഭയങ്കര സ്ട്രോങ് ഈ പെർഫ്യൂം. ഒരു ഫ്രഷ് പെർഫ്യൂമിൽ കിട്ടാവുന്നതിന്റെ അപ്പുറമുള്ള പെർഫോം. ഒരു 24 മണിക്കൂറൊക്കെ ഈ പെർഫ്യൂം നിൽക്കുന്നത്. ഒരു 6-7 സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും കൂടെ ഉണ്ടോ ഈ മണം. അതായത് ഫ്രഷ് പെർഫ്യൂമിൽ ഭയങ്കര ലോങ്ജിവിറ്റി ഉള്ള ഒരു പെർഫ്യൂം, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം. ചൂട് വേണം, ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. ഒരു ചൂട് തട്ടുമ്പോൾ കുറെ കൂടി നന്നായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കൊരു ലോങ്ജിവിറ്റി ഒരു 16-17 മണിക്കൂർ പറയാം. നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്. പിന്നെ പ്രൊജക്ഷൻ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു 5-6 മണിക്കൂർ നേരം ഇങ്ങനെ പ്രൊജക്ട് ചെയ്യും. ഞാൻ പറഞ്ഞത് 6-7 സ്പ്രേ അടിച്ചുള്ള കാര്യം പറയുന്നത്. പിന്നെ എത്ര ഓവർ സ്പ്രേ അടിച്ചാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കാരണം ഒരു ഡാർക്ക് ആയിട്ടുള്ള മണം അല്ല ഇത്. ഇനി ഇത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഏറ്റവും ടോപ്പിൽ വെക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് യൂണിക്കി ലക്ഷറിയിലെ അക്ദനിസ്. ഇത് വളരെ അറിയുന്നില്ല, പലർക്കും അറിയത്തില്ല തോന്നി ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ. നിങ്ങൾ തീർച്ചയായും ഡിസ്കവർ ചെയ്യേണ്ട പെർഫ്യൂംസ്. അക്വാറ്റിക് പെർഫ്യൂം, മറൈൻ പെർഫ്യൂം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. ഇനി ഇത് എവിടെ ഉപയോഗിക്കണം? ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഓഫീസിൽ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും കഴിക്കാം. ഏത് സ്ഥലത്ത് പഠിക്കാം, എവിടെ വേണമെങ്കിലും വെച്ചിട്ട് പോകാം. അതാണ് ഈ പെർഫ്യൂമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏത് കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു പെർഫ്യൂം. പൊതുവേ ഈ ഫ്രഷ് പെർഫ്യൂം ലൈറ്റ് പെർഫ്യൂം ആണല്ലോ, പക്ഷെ അതിനുള്ള ഒരു പരാതി മാറി കിട്ടി അക്ദനിസ് എന്നുള്ള പെർഫ്യൂമിലൂടെ. ഈ ഒരു പെർഫ്യൂം
തീർച്ചയായും ട്രൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ എന്നെ പോലെ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ട്രൈ ചെയ്യുക. 2 ml 5 ml 10 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ പിൻ ചെയ്യാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.